ഹായ് ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പം നമ്മളിന്ന് വന്നിരിക്കണത് നമ്മൾ 2 ദിവസത്തെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒന്ന് അറഫാ നോമ്പിൻ്റെ അന്ന്, അതായത് പെരുന്നാൾ രാവിൻ്റെ അന്നത്തതും പിന്നെ പെരുന്നാളിൻ്റെ അന്നത്തതും എല്ലാം കൂടി കൂട്ടിങ്ങാണ്ട് ഒരു കുറഞ്ഞ സമയം കൊണ്ട് ഒരു വീഡിയോ ആക്കിയതാണ്. അപ്പോൾ നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നമ്മൾ രാവിലെ തന്നെ അറഫാ നോമ്പിൻ്റെ അന്നത്തെ പരിപാടി ആയിട്ടത്. അപ്പം നമ്മൾ രാവിലെ തന്നെ നമുക്ക് പെരുന്നാൾ പെരുന്നാൾക്കൊക്കെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ തക്കാളിക്ക് ഇപ്പോൾ ഭയങ്കര വിലയുള്ള ഇപ്പം പൊത്തതും പൊക്കാത്തതും കൂടിയാണ്. അപ്പോൾ നമ്മൾ വേറാക്കിക്കാണ്ടൊക്കെ വെക്കുകയാണ്. അപ്പം അതൊക്കെ ഉള്ള പരിപാടികളാണ് കേട്ടോ. അപ്പോൾ കുറേശ്ശെ ആക്കിങ്ങാണ്ട് നമ്മൾ എടുത്തതാണ്. അപ്പോൾ 2 വീഡിയോ ആക്കി ഇടാൻ മാത്രമില്ല. അപ്പോൾ പിന്നെ ഒന്നിൽ തന്നെ ഉൾക്കൊള്ളിക്കാമെന്ന് വിചാരിച്ച് നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഒക്കെ ഇടണമെങ്കിലും ഒക്കെ ഒരുപാട് പണിയല്ലേ. അപ്പോൾ നമ്മളതൊന്നും ആരും കാണാനൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മളോടൊന്ന് സഹകരിച്ച് കണ്ടൊക്കെ നിൽക്കട്ടെ. എല്ലാവരും ചിലവരൊക്കെ വീഡിയോ ഇട്ടപ്പം തന്നെ ആളുകൾ കയറിയിട്ട് അപ്പോൾ നമ്മളൊന്നും അതിനകത്തൊന്നും മതിയാവില്ലല്ലോ. നമുക്ക് കഴിയണ മാറ്റത്തൊക്കെ നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്നും അങ്ങനെ പുറത്തൊന്നും പോയിങ്ങാണ്ടൊന്നും വല്ലാതൊന്നും വീഡിയോ ഒന്നും എടുക്കാത്ത, നമ്മൾ ടൂറൊന്നും അങ്ങനെയൊന്നും പോകലില്ല. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള ഓരോ വിശേഷങ്ങളൊക്കെ ആയിട്ടാട്ടെ നമ്മൾ വരല്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് കണ്ടുകാണ്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പച്ചക്കറികളൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ പച്ചമുളകൊക്കെ നെട്ടിടിച്ചാനുള്ളത് അങ്ങനെ ആക്കി വെച്ച് ചപ്പും പൊതിനയും കറിവേപ്പിലയും ചപ്പും പൊതിനയും ഒക്കെ നല്ല കൈകാണ്ടൊക്കെ എടുത്ത് വെച്ചാൽ നമുക്ക് പെരുന്നാളിൻ്റെ അന്ന് പിന്നെ കുറേ പണിക്കാക്കുണ്ടാവുക വിചാരിച്ച് ഒക്കെ ഒന്ന് കൈകിങ്ങാണ്ട് വെള്ളം വാർത്തി കവറിലാക്കി വെച്ച് പിന്നെ കറിവേപ്പിലയും ഒക്കെ എടുത്ത് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ആകുമ്പോൾ എല്ലാ പണിയും നമ്മൾ തന്നെ ചെയ്യണ്ടേ. അപ്പോൾ അത് വിചാരിച്ചുകൊണ്ട് എല്ലാതും ഞാൻ നോമ്പിൻ്റെ അന്നാണിട്ടത്. എല്ലാവർക്കും നോമ്പുണ്ട്. അപ്പം പിന്നെ നിങ്ങൾക്ക് നോമ്പ് ഇറക്കുമ്പോഴേക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്നിട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് രാവിലെ തന്നെ വാടുന്നതിൻ്റെ മുമ്പായിട്ട് പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നതിനിട്ടാണ്. അപ്പോൾ നല്ല പെരുന്നാൾ പപ്പടമൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ വൈകുന്നേരമായിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ നമുക്കിന്ന് പത്തിരി ആക്കാമെന്ന് വിചാരിച്ച് മീൻകറിയും പത്തിരി ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഇനി നാളൊക്കെ ഇറച്ചി തന്നെയല്ലേ. ഇറച്ചിമ്മ വെക്കുമ്പോൾ ഇറച്ചി തന്നെ ഒന്നും എല്ലാവർക്കും കഴിക്കാൻ പറ്റില്ല, ഒരു അടുപ്പിച്ചൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മീനാക്കിയിട്ടെന്ന്. അപ്പോൾ കുറച്ച് മത്തി ഉണ്ടായിനി. അപ്പോൾ നല്ല വിലക്ക് കൊടുന്ന് വെച്ചാൽ മത്തിയാണ്. അപ്പോൾ അതിൽ കുറച്ച് ബാക്കിയുണ്ടായിനി. അപ്പോൾ അതുകൊണ്ട് മത്തിയോട് ഒരു കറിയും വെക്കാം. പിന്നെ വേറെ വെളുത്ത മീനൊക്കെ ഉണ്ട്, അതൊക്കെ പൊരിക്കും ചെയ്യാമെന്ന് വെച്ച്. അപ്പോൾ പിന്നെ മാങ്ങ ജ്യൂസായിട്ട് അടിച്ചിട്ടുണ്ടത്. നോമ്പറക്കുമ്പോഴേക്ക് മാങ്ങ ജ്യൂസാക്കുക. നല്ല വെയിലുണ്ടല്ലോ ഇപ്പോൾ, ജ്യൂസിനൊക്കെ ഇപ്പോൾ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ജ്യൂസൊക്കെ അടിച്ച് പത്തിരി ചുടുന്നതിൻ്റെ അടിയിൽ തന്നെ ആയിട്ട് നമ്മൾ ജ്യൂസൊക്കെ അടിക്കേണ്ടത്. അപ്പോൾ പിന്നെ പത്തിരി പണിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ പത്തിരിയൊക്കെ എടുത്ത് വെച്ച് ഒക്കെ ടേബിൾമൊക്കെ കൊണ്ടുപോയി വെക്കുകയാണ്. അപ്പോൾ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ മക്കളൊക്കെ പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേന് വന്നിട്ടാണ്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഓലാക്കി. പിന്നെ ഒരു പഴം ഉണ്ടായിന്. അപ്പോൾ ഇന്ന് രാവിലെ പുലർച്ചയ്ക്ക് അത്താഴത്തിൻ്റെ നേരത്ത് പുഴുങ്ങിയപ്പോൾ നല്ല പൊടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പൊടിയുള്ള പഴം കിട്ടുമ്പോൾ പഴം എന്ന് പറയണമെന്ന് പറയും എല്ലാവരും. ഞാൻ എങ്ങനെ യാന്ന് പറഞ്ഞാലും പറയുമ്പോൾ യാന്നാണ്ടായി വരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ നല്ല പൊടിയുള്ള പഴയിന്. അപ്പോൾ ഞാൻ അതുകൊണ്ട് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടെന്ന്. അപ്പോൾ ഇന്നലെ രാത്രി അത്താഴത്തിന് തിന്നപ്പോൾ നല്ല രസമുണ്ട്. പൊടിയുള്ള ഇതാവുമ്പോൾ നല്ലൊരു ഇതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പൊരിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ പെരുന്നാൾ രാവിലെ അന്ന് നമ്മളൊരു മധുരം ഉണ്ടാക്കലുണ്ട് കേട്ടോ, ഒരു ചക്കര മധുരമൊക്കെ. അപ്പോൾ ഇപ്രാവശ്യം ഇപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ ചൂടുണ്ട് രണ്ടും കൂടിയല്ലേ. പിന്നെ ഉണ്ടാക്കിയിട്ട് നേരം വെളുത്താൽ പിന്നെ പെരുന്നാളാവുമ്പോൾ പിന്നെ ഒന്നും തിന്നാനൊന്നും നേരില്ല, ഉണ്ടാവില്ല. ഞങ്ങൾ പായസമൊന്നും വെക്കലില്ല കേട്ടോ. പായസമൊന്നും വെച്ചാൽ ഈ ബിരിയാണിയും പായസം എല്ലാം കൂടി ഒന്നും കഴിയൂല. പായസം പിന്നെ ഒരിക്കൽ വെക്കുക എന്നല്ലാതെ അങ്ങനെയായിട്ട് ഞങ്ങൾ ചെയ്യൽ. പിന്നെ ഐസ്ക്രീം അതൊക്കെ കൊണ്ടുവന്നുകാണ്ടൊക്കെ പിന്നെ പെരുന്നാളുടെ അന്ന് കൈക്കൂട്ടാ. തിന്നാൻ പറ്റണോല്, തിന്നാൻ പറ്റാത്തവർ പിന്നെ അങ്ങനെ ചെയ്യൂല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ പഴംപൊരി ഉണ്ട്. പിന്നെ നമ്മളെ മത്തിക്കറി എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഒന്ന് വറവിടണമൊക്കെ നമ്മൾ എടുത്താട്ടോ. അപ്പോൾ കുറേശ്ശെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെ ബുദ്ധിമുട്ടാക്കാനും ഇല്ല. അപ്പോൾ എടുത്തല്ലേ എന്ന് വിചാരിച്ചു കണ്ടുണ്ട് എഡിറ്റ് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ നല്ല വെളുത്ത മീനുണ്ട്, കോഴിയുണ്ട്, വെളുത്തതുണ്ട്, എല്ലാം കൂടി കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്നാണ് പൊരിക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പം പിറ്റേന്ന് പെരുന്നാളല്ലേ, പിന്നെ ഇപ്പോൾ മീനിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഉണ്ട് പൊരിച്ച് അതൊക്കെ എടുത്ത് വെച്ച്. അപ്പോൾ ഈ പത്തിരിക്ക് മീൻ കറി ആയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ മീൻകറി ആട്ടെ പത്തിരി ആകുമ്പോൾ നല്ല ഉമ്മ പറഞ്ഞ് ഓട്ടാടെ ദോശ ഒറ്റ ചുട്ടാളെ എന്നെ കൊണ്ട് പത്തിരി വലിയ കഴിയില്ലാന്ന് വിചാരിച്ച് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞ് പത്തിരി തന്നെ ആയിക്കോട്ടെ, മീൻകറിക്ക് നല്ല പത്തിരിയാന്ന് അറിയാണ്ട് പിന്നെ പത്തിരി ആക്കിയതാട്ടോ. അപ്പോൾ പിന്നെ ചായയൊക്കെയാണ് തിളച്ച്. അപ്പോൾ അതൊക്കെയാണ് കൂട്ടി ഒക്കെ ടേബിളുമൊക്കെ കൊണ്ടുപോയി വെച്ചതാട്ടാ. പിന്നെ കുറേ സമയമുണ്ട്. ഇനിയിപ്പോൾ ബാങ്ക് കൊടുക്കാൻ കുറേ സമയമുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് സമയം കിട്ടിയിരിക്കണേ. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് നേരമൊക്കെ കാത്തിരുന്നുകാണ്ട് പിന്നെ നോമ്പൊക്കെ പിറന്ന് ചായയൊക്കെ കുടിച്ച് പിന്നെ പെരുന്നാൾ രാവിൻ്റെ പരിപാടിയായി. അങ്ങനെ നേരം വെളുത്ത് അപ്പോൾ പിന്നെ
പെരുന്നാളുടെ അന്നത്തെ വീഡിയോ ആണിട്ടത്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ അടുപ്പുമ്പോൾ തീ പിടിപ്പിച്ച് അപ്പോൾ നമ്മൾ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനുള്ള മസാല ഉണ്ടാക്കട്ടത്. അപ്പോൾ ഞാൻ അധികം രാത്രി ഉണ്ടാക്കി വെക്കല. അപ്പോൾ രാത്രി കുറേ സമയമായി ഓരോരോ പണിയെടുത്തെടുത്ത് ഇസ്തിരി ഇടാണ്ട് ഇനി അതൊക്കെ ഇസ്തിരി ഇട്ട് പിന്നെ പെരുന്നാൾക്കൊന്നും ഇപ്പം വലിയ പെരുന്നാൾക്ക് പിന്നെ വല്ലാതെ എടുക്കലില്ല കേട്ടോ. ഓരോരോ ഷർട്ടൊക്കെ എല്ലാവരും കുട്ടികളൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ പിന്നെ വല്ലാതെ വലിയ പെരുന്നാൾക്ക് അങ്ങനെ എടുക്കലില്ല. അപ്പോൾ പിന്നെ ഉള്ളതൊക്കെ തേക്കാനും എല്ലാം കൂടി ഉണ്ടായിന്. അപ്പോൾ പിന്നെ ചിക്കനൊക്കെ മസാല കുഴച്ചേക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നേരം വെളുത്തതിന് ശേഷമാട്ടെ നമ്മൾ ചിക്കനൊക്കെ മസാല കുഴച്ച്. അപ്പോൾ ഞാൻ ചിക്കൻ്റെ ഈ മസാലൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കണം. അപ്പോൾ ആർക്കെയും കാണുകയും കണ്ടോളൂണ്ടി. നല്ല ടേസ്റ്റുള്ള ചിക്കനാവട്ടെ ഇങ്ങനെ പൊരിച്ചാൽ. അപ്പോൾ ഞാൻ അതിൽ ഫുള്ളായിട്ടൊന്നും പറയണില്ല. കടലപ്പൊടി അരിപ്പൊടി ഒക്കെ ഇട്ടുകാണ്ട് അരിപ്പൊടി കോൺഫ്ലവർ എല്ലാം ഇട്ടുകാണ്ടുള്ള ഇതാണ് ഇട്ടത്. നല്ല ടേസ്റ്റുള്ള തക്കോലൻ്റെ അത് ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്തിരിക്കണം. അപ്പോൾ പിന്നെ അതൊക്കെ കുഴച്ചുകാണ്ട് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച്. അപ്പോൾ നമുക്കിന്ന് മട്ടൻ ബിരിയാണിയാണ് കേട്ടോ, ആട് ബിരിയാണിയാണ്. അപ്പോൾ അതിനുള്ള ആട് കൊണ്ടുവന്നിട്ട് 1.5 കിലോ ആടാണ്. പിന്നെ കുറച്ച് നെയ്യും ഒക്കെ ആണെങ്കിൽ കരുന്നാലും ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടാവും ആടാവുമ്പോഴേ. അതട്ടെ ബിരിയാണിക്കുള്ള മെച്ചം. പിന്നെ കഷ്ണങ്ങളായിട്ട് വല്ലാതെ നമുക്കത് കിട്ടിയിട്ടില്ലെങ്കിലും അപ്പോൾ നമ്മൾ ആടുണ്ട് കുക്കറിലുണ്ട് കൂക്കിക്കട്ടാ വിസിലടുപ്പിച്ചാണ്. ഒരു 2-3 വിസിലൊക്കെ അടിച്ചാൽ തന്നെ വേവും. പിന്നെ നമ്മൾ ബിരിയാണിൻ്റെ ഒന്നും ഫുള്ളായിട്ടൊന്നും കാണിച്ചിട്ടില്ല. നമ്മൾ നല്ല ബിരിയാണി റെസിപ്പിയൊക്കെ ആദ്യം ഇട്ടിക്കണേ. അപ്പോൾ പിന്നെ ഫുള്ളായിട്ടൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതാക്കിക്കണേ. അപ്പോൾ ഇതിലേക്ക് തൈര്, തേങ്ങ, അണ്ടിപ്പരിപ്പ് അതരച്ചത് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടാ. അതിൻ്റെയൊക്കെ മിസ്സായതാണ്, അത് ഒഴിച്ച് കൊടുത്ത്. അപ്പോൾ അതൊക്കെ അതിന് ബിരിയാണിക്ക് ടേസ്റ്റ് കൊടുക്കും. അണ്ടിപ്പരിപ്പ്, തേങ്ങ, തൈര് അത് 3 കൂടി കൂട്ടി അരക്കുക. അപ്പം അതൊക്കെ ഉണ്ട് സെറ്റായിക്കണേ. അപ്പം നമ്മൾ അതൊന്ന് വാങ്ങി വെച്ചിക്കാണ്ട് പിന്നെ അരി തിളപ്പിക്കാനുള്ള വെള്ളം വെച്ചതാട്ടത്. അപ്പോൾ അതിക്കൊരു കൈതച്ചക്കൻ്റെ കഷ്ണം ഇട്ട് കൊടുത്തിക്കണേ. അപ്പോൾ കൈതച്ചക്കൊക്കെ ഇപ്പോൾ നല്ല ആദായം ഉണ്ടല്ലോ. നോമ്പിനൊക്കെ ഭയങ്കര വില. ഇനിയിപ്പം കൈതച്ചക്കൊക്കെ നല്ല ഇങ്ങനെ അങ്ങാടിയിലിട്ട് വെക്കണുണ്ട്. അപ്പോൾ പിന്നെ അത് ചെറുനാരങ്ങ, പച്ചമുളക്, പിന്നെ ഏലക്കായ്, കറാമ്പൂവ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ വെള്ളത്തിൽ. പിന്നെ നമ്മൾ സർവ്വസുഗന്ധിൻ്റെ ഇല 2 ഇല അത് ഇട്ട് കൊടുത്തിട്ടാ. അത് നല്ല ഈ മട്ടൻക്ക് നല്ല ടേസ്റ്റാണത്. മട്ടൻക്കും പിന്നെ ബീഫിനും ഒക്കെ പറ്റും അത്. ചിക്കൻക്ക് പിന്നെ വലിയത് പോരാ. അപ്പം പിന്നെ മട്ടൻ ബിരിയാണി ആയപ്പോൾ ഞാൻ അതിൽ ഇട്ട് കൊടുത്താണ്. അപ്പോൾ നല്ലൊരു ചൊയ്യും നല്ലൊരു ഇതാണ് ഇട്ടത്. ഒരു കൊപ്പൊക്കെ പോകാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ കുഴിച്ചിട്ടിട്ടൊന്നുമില്ല. അപ്പം തന്നെ ഇല എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പിന്നെ വീഡിയോ ഞാൻ ആദ്യം ഇട്ടിക്കണേ. അതുകൊണ്ട് മീറ്റ് മസാല ഉണ്ടാക്കണേ. ആരും അങ്ങനെ കണ്ടിട്ടില്ല. കാണാൻ ആർക്കും ഇഷ്ടമില്ലായിട്ടേക്കും. അത് കാണണമെങ്കിൽ കണ്ടോട്ടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മീറ്റ് മസാല ഉണ്ടാക്കിയത് ഞാൻ വീഡിയോ ഇട്ടിക്കണേ. അപ്പോൾ ഇതാ നമ്മൾ ബിരിയാണിയൊക്കെ ദമ്മിടുകയാണ് കേട്ടോ. പിന്നെ അതൊന്നും ഇപ്പം ഫുള്ളായിട്ട് ഇങ്ങനെ പറയണ്ടല്ലോ ബാക്കിയൊക്കെ. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. അത് പിന്നെ ലാസ്റ്റ് ഇട്ട് കൊടുക്കുക. ആദ്യം തന്നെ ഇട്ട് കൊടുത്താൽ അത് പിന്നെ കാണൂല കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് രാത്രി നമ്മളെ കുട്ടികളൊക്കെ വരാണ്ട്. അപ്പോൾ പിന്നെ ഉച്ചക്കും രാത്രിയോ പിന്നെ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാണ്ട്. അപ്പോൾ ഞാൻ 1.5 കിലോ ബിരിയാണിയും ആണ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 കിലോന് ഫ്രൈഡ് റൈസിൻ്റെ അരി ഇടുന്നുകാണ്ട് അതും വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലെ ഇങ്ങനെ വായൻ്റെ ഇല വെച്ച് കൊടുത്താൽ നമ്മൾ ദമ്മിടുമ്പോൾ നമ്മളെ മേലത്തെ ചോറ് കരിയില്ല കേട്ടോ. അതൊരു ടിപ്പാണ്. അങ്ങനെ വെച്ചാൽ പിന്നെ വായൻ്റെ ഇലൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും ചെയ്യും. അപ്പോൾ നമ്മൾ ദമ്മൊക്കെ ഇട്ട് അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടത്. ബീൻസ് ഉണ്ട്, കാബേജ്, ക്യാരറ്റ്, വല്യുള്ളി, മല്ലിച്ചപ്പ് എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ബീൻസ് ഇട്ട് കൊടുക്കുക. ഓയിൽ വെച്ചിട്ട് അതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിക്കണേ. അതിൽ ബീൻസ് ഇട്ട് കൊടുക്കുകയാണ്. ബീൻസിനെല്ലാം കുറച്ച് വേവുണ്ടായാലേ. അപ്പോൾ അതുണ്ട് വാട്ടിക്കാണ്ട് അതുകൊണ്ട് വേവിക്കട്ടോ. പിന്നെ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് ഇങ്ങനെ അധികം കിടന്നാൽ അതൊന്ന് കടിച്ചു കൊടുക്കും. പിന്നെ ക്യാബേജ്, പിന്നെ ക്യാപ്സിക്കം ഉണ്ട്. അപ്പോൾ ക്യാപ്സിക്കം ലാസ്റ്റ് ഇട്ടാൽ മതി. മല്ലിച്ചപ്പൊക്കെ ലാസ്റ്റ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്നിട്ട് വാടിക്കോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ അത് വല്ലാതെ ഇല്ല കേട്ടോ. അപ്പോൾ അതിക്ക് 2 മുട്ട അതിൻ്റെ നടുങ്ങനെ കുഴിച്ചുകാണ്ട് അവിടുക്കണ്ട് ഇതാക്കിക്കാണ്ട് ഒന്നും ചിക്കി കൊടുക്കുക. പിന്നെ ലേസം ചിക്കൻ ഞാൻ വറ്റിച്ചിക്കാണ്ട് അതിങ്ങനെ പിച്ചിട്ടിക്കണേ അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ് ചോറ്. പിന്നെ മറ്റേ ബിരിയാണിൻ്റെ അടിയിൽ കൂടി ഒന്ന് സൈഡായിട്ട് വെക്കുക എന്നിനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ എൻ്റെ മോളൊക്കെ ഉണ്ട് ഇവിടെ. അവൾ പിന്നെ അങ്ങനെ ചൂടാക്കി തിന്നോളൂ. ചൂടാക്കി തിന്നുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ഒരുക്കാണ്ട് വെച്ചാൽ പിന്നെ അങ്ങനെ ചൂടാക്കി തിന്നും. പിന്നെ നമ്മൾ എടുത്തൊരു പിന്നെ നമ്മൾ അയൽവാസിൻ്റെ ഒരു രസം കൊടുക്കുമാണ്. ഓർക്ക് പിന്നെ ഓല് ഹിന്ദുസാണ്. അപ്പോൾ ഓൽക്കൊരു രസം കൊടുക്കണം കേട്ടോ. മറ്റവർക്കൊന്നും ഇപ്പം നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പിന്നെ തക്കാളി സോസ്, ചില്ലി സോസ്, പിന്നെ സോയാ സോസ് അതൊക്കെ കുറേശ്ശെ ഇതിൽ ഒഴിച്ച് കൊടുത്തിക്കണേ. അപ്പോൾ പിന്നെ അതൊക്കെ ഒഴിച്ച് കൊടുത്ത് നമ്മളെ ചിക്കനും അതിക്ക് പിച്ച ചിക്കനും അതിക്ക് ഇട്ട് കൊടുത്തിട്ടാ. അപ്പോൾ പിന്നെ ചോറ് ഞാനിവിടെ ഉപ്പിട്ടുകാണ്ട് പിന്നെ ഊറ്റി വെച്ചിക്കണേ. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അത് ഈ വെള്ള റൈസാണ് ഇട്ടത്.
ബസുമതി വെള്ള റൈസാണ്. അപ്പോൾ ലേശം ചെറുനാരങ്ങ പിഞ്ഞ് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് ഒന്ന് ചതച്ചുകാണ്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വലിയ പൊടിയാക്കിയിട്ടില്ല, പിന്നെ ഒന്ന് ചതച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കടിക്കും വേണോ അങ്ങനത്തെ കുഴപ്പത്തിലാവാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങളെ മുമ്പിലേക്ക് എത്തുള്ളൂ. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ആ ചോറ് നമ്മൾ ഊറ്റി വെച്ച ചോറുണ്ടല്ലോ അതായി ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഉപ്പിട്ട് കാണ്ട് തിളപ്പിച്ച് ഊറ്റി വേവിച്ച് വെച്ചത് കഴിഞ്ഞാൽ പിന്നെ മല്ലിച്ചപ്പ് കൊണ്ട് ഇട്ട് കൊടുത്ത്. അപ്പോൾ അതിൻ്റെ പണിയാണ് കൈയ്യൂട്ടാ. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പിന്നെ നല്ല എളുപ്പമുള്ള. അപ്പോൾ പിന്നെ അതുകൊണ്ട് ആ ചോറ് ഊറ്റി വെച്ചാൽ അങ്ങനെ ഉണ്ട് ഇടുക. അപ്പോൾ പിന്നെ ഒന്നുണ്ട് മറിച്ച് കൊടുത്താൽ മതി ഇട്ടത്. ഒന്നും മറിച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റുള്ള ചോറാണ്. ഇത് ഇങ്ങനെ ചൂടാക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുക. നല്ല ചൂട് കൊടുക്കുക തിന്നണം. അപ്പോഴാണ് അതിൻ്റെ ഇത്. അപ്പോൾ പിന്നെ നമ്മൾ കുഴച്ച് ചിക്കൻ ഉണ്ടല്ലോ, ചിക്കന് പൊരി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചോറെന്താ അടുപ്പും വലിയ അടുപ്പന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ ഗ്യാസ് ഇങ്ങനെ ചിലവാക്കണ്ടല്ലോ. പിന്നെ അടുപ്പന്നെ ഉണ്ടാകുമ്പോൾ അടുപ്പുണ്ട് വിറകും ഉണ്ട്, എല്ലാം കത്തണ അടുപ്പുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഞാൻ വെച്ച് കൊടുത്ത്. അപ്പോൾ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന ഇടയിൽ തന്നെ കേട്ടോ ഞാൻ ചിക്കൻ പൊരിക്കേണ്ടതും എല്ലാം ഒപ്പം കഴിയണ്ടേ. അപ്പോൾ ചിക്കൻ കണ്ടിട്ട് എല്ലാം മൊരിഞ്ഞിക്കണം, പുറം നല്ല മൊരിഞ്ഞും ചെയ്തിക്കണം, ഉള്ളിൽ നല്ല വെന്തും ചെയ്തിട്ടാ. അപ്പോൾ പിന്നെ ചുമ്മാ കാക്ക വന്ന് ചോറ് വിളമ്പുകയെന്ന് അറിഞ്ഞാണ്ട് പിന്നെ തിരക്കായിട്ടാണ്. അപ്പോൾ പിന്നെ ചോറ് വിളമ്പലും പിന്നെ ടേബിളുമ്പോൾ കൊണ്ടുവച്ചൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ മോന് ഫ്രൈഡ് റൈസ് അവിടെയും വിളമ്പുണ്ട്, ഞാൻ ബിരിയാണി ഇവിടെയും വിളമ്പുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഇട്ടുകാണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും നമ്മൾ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടും സഹകരണം ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ഇനിയും നമ്മൾ നല്ലൊരു വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട്. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.